പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു പിച്ചാത്തി പരിചയപ്പെടുത്തുവാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. 200 സംതിങ് രൂപ അങ്ങോട്ട് ആയുള്ളായിരുന്നു. പക്ഷെ നല്ല മൂർച്ചയാണ്. എൻ്റെ കൈ 2-3 പ്രാവശ്യമായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ സവാളയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സവാളയും തക്കാളിയും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ച് റെഡിയാക്കി. അപ്പോൾ ഈ സവാളയും തക്കാളി, സവാള ഉപയോഗിക്കുന്നതിനെക്കാട്ട് നല്ലത് കൊച്ചുള്ളി തന്നെയാണ് കേട്ടോ. കൊച്ചുള്ളി ആകുമ്പോൾ സവാളയ്ക്കൊരു മതിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ സവാളയും പകുതി കൊച്ചുള്ളിയും പകുതിയായിട്ട് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ചിക്കൻ കറിക്ക്. അപ്പം ഞാനിവിടെ സവാള മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് കൊച്ചുള്ളി പൊളിച്ചെടുക്കാനുള്ള മടി കൊണ്ട് സവാളയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ ആദ്യം എടുത്ത് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ എടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കണം. എന്നിട്ട് നമുക്കിതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് തേച്ച് പുരട്ടി വെക്കണം. കാരണം നമ്മളിത് വറുത്ത് ആണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. ചിക്കൻ എപ്പോഴും വറുത്ത് കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നൊന്ന് പറഞ്ഞേക്ക്, കമൻറ്റിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പക്ഷെ വറുത്ത് കറി വെക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം മറ്റേ രീതിയിൽ കറി വെക്കുന്നതിലും ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. പുരട്ടി ഒരു 15 മിനിറ്റ് നേരം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നതായിട്ട് തോന്നും കേട്ടോ. നല്ല ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ മുളകൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനകത്ത് കുറച്ചൊന്ന് വരഞ്ഞ് വെക്കുവാണെങ്കിൽ ആ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങും. അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് പുരട്ടി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വലിയൊരു ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് വറുത്ത് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ലെവലിൽ വറുത്തെടുത്താൽ മതിയേ. അപ്പം ഞാൻ ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് എണ്ണയൊന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഒരു 15 മിനിറ്റ് നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിക്കനെ. ആ ചിക്കൻ നമ്മളെടുത്ത് വറുക്കുവാണ്. എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, വറുത്തെടുക്കുന്നവരെ. ഏകദേശം നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമൊക്കെ വറുത്തെടുത്താൽ മതി. കാരണം ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോയാൽ കൊള്ളത്തിലായിരിക്കും, നമുക്ക് കറിയല്ലേ. അപ്പം ഒത്തിരി ഒന്നും വറുത്തെടുക്കണ്ട. അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഈ എണ്ണ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാവേ. കാരണം ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കറിക്ക്. ആകെ ഒരു ഇച്ചിരി എണ്ണ മതി. നമ്മൾ വറുത്ത് കറി വയ്ക്കുവാണ്. അപ്പം വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഈ എണ്ണ നമുക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അതായത് ചിക്കൻ വറുക്കാൻ തന്നെ നാളെ വല്ലതൊക്കെ ചിക്കൻ എടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ 1 കിലോ ചിക്കനകത്ത് നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നാളെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ചിക്കൻ ആ എണ്ണ അതിന് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എണ്ണയായിട്ട് നമുക്കിത് കൂട്ടാവേ. അപ്പോൾ ഇത്രയും എണ്ണയൊന്നും നമ്മൾ കറിക്കകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് അത് വറുത്തെടുക്കാമല്ലോ. അപ്പോൾ ആ എണ്ണയിലേക്ക് കുറച്ച് എണ്ണ ബാക്കി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അച്ഛനാ പാലെന്തിനാ? അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 2 ടേബിൾ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഒത്തിരിയും കരിഞ്ഞു പോകാനല്ല, ഇച്ചിരി ഒന്ന് മൂത്ത് വരണം. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെള്ളം എടുത്തൊഴിച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മുടെ ചിക്കൻ വറുത്തത് ഇട്ട് കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ചൂടുവെള്ളം ആണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ.
അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ കറി വെച്ച് പോയാൽ എപ്പോഴും ഒരേ ടേസ്റ്റ് ആയിരിക്കും. പല പല രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ പല പല ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുവേ. അപ്പോൾ ഈ ഒരു കറിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി വറുത്തൊക്കെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ പേരും എണ്ണയൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിക്കൻ വറുത്തിന് കറി വെക്കാൻ പോകുന്നത്. പക്ഷേ ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറി വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. വൈകുന്നേരം നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ വറുത്ത ചിക്കൻ എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ പാകമാണോ നോക്കിക്കണം. നമ്മൾ നേരത്തെ സവാള വഴറ്റാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ നമ്മൾ വറുത്തത് ഉപ്പൊക്കെ ഇട്ടൊക്കെ ആണ് വറുത്തതും കേട്ടോ. അപ്പം ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. കുരുമുളക് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ തക്കാളി അരച്ചതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു തക്കാളി ഉണ്ടായിരുന്നത് ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഈ രീതിയിലൊന്ന് കറി വെച്ച് ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്.